ആലപ്പുഴ തിരോധാന കേസുകളിലെ പ്രതി സെബാസ്റ്റ്യൻ 5-ലധികം പേരെ കൊലപ്പെടുത്തിയെന്ന സംശയത്തിൽ ക്രൈംബ്രാഞ്ച്. 5 വർഷം മുൻപ് കാണാതായ ചേർത്തല സ്വദേശി സിന്ധു ഏലിയാസിന്റെ കേസും അന്വേഷിക്കും. സിന്ധുവിന്റെ കേസ് ഫയൽ പരിശോധിക്കാൻ ജില്ലാ പോലീസ് മേധാവി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. 2020-ലാണ് സിന്ധുവിനെ കാണാതായത്. സ്ത്രീകളുമായി സൗഹൃദം സ്ഥാപിച്ച് സ്വത്തും സ്വർണവും കൈക്കലാക്കാനാണ് സെബാസ്റ്റ്യൻ കൊലപാതകം നടത്തിയതെന്നാണ് നിഗമനം. പ്രതിയുമായി ഇന്നും തെളിവെടുപ്പ് തുടരും. നമുക്ക് ചില പ്രതികരണങ്ങളുണ്ട്, നമുക്കൊന്ന് കേൾക്കാം. എൻ്റെ മകള് ഇങ്ങനെ ഇറങ്ങിപ്പോകാതെന്നുള്ള കാര്യമൊന്നും എനിക്കറിയാൻ മേല. എന്നാ വെച്ചെന്നാൽ ഇവിടുന്ന് പോണത് അമ്പലത്തിൽ പോകണമെന്നും പണ്ട് പോയതാണ്. പോയി വഴിപാട് നടത്തിച്ചും വരാമെന്നും പണ്ട് പോയി 2 കുഞ്ഞുങ്ങൾ വന്നാലും ഇവിടെ ഉണ്ട്. ഇപ്പോൾ ഇളയാൾ ചെല്ലാന്ന് പറയുമ്പോൾ പറഞ്ഞ് വേണ്ട, ഞാൻ പിന്നെ പോയി ചിലപ്പം വരാമെന്ന് പറഞ്ഞാണ് പോകുന്നത്. സമയം കഴിഞ്ഞ് 8 മണിയായിട്ടും ആളെ കാണാനില്ല. ചെന്നപ്പോഴാണ് ഞങ്ങൾ തിരക്കി നടക്കുന്നത്. തിരക്കി നടന്ന് രോഗം മുഴുവൻ നടന്നിട്ട് ഇന്ന് വരെ ഒരു പിടിയും കിട്ടിയിട്ടില്ല ഞങ്ങൾക്ക്. അമ്പലത്തിൽ പോയി വഴിപാട് നടത്തട്ടെന്നും പറഞ്ഞിട്ട് പോയ പോക്കാണ് ഞങ്ങൾക്ക് ഇതൊന്നും അറിയാൻ മേലേശ്വര. നമുക്കിപ്പം ശരത് എസ് എസ് ഉണ്ട്. ശരത്, ഗുഡ് മോർണിംഗ് ശരത്. ഈ സെബാസ്റ്റ്യൻ ഒരു സീരിയൽ കില്ലർ ആണ് എന്നുള്ളത് ഞെട്ടിക്കുന്ന വിവരമാണ്. ഇന്നലെ വരെ പുറത്തു വന്നതനുസരിച്ച് ഐഷ, ബിന്ദു, ജൈനമ്മ, ഇപ്പോൾ വീണ്ടും 2 പേരുടെ കൂടെ കാര്യം പുറത്തു വരുന്നു. ഇതിലൊരു സിന്ധുവിന്റെ പേര് കൂടി കേൾക്കുന്നുണ്ട്. ഇയാൾ യഥാർത്ഥത്തിലൊരു ഭീകരനായ സീരിയൽ കില്ലർ ആണോ? പോലീസ് ഇപ്പോൾ നൽകുന്ന സൂചന അനുസരിച്ച് ഇനിയും ഒരു പക്ഷേ കൂടുതൽ കേസുകളൊക്കെ വന്നേക്കാം. എന്തായിരുന്നു ഇയാളുടെ ഒരു രീതി ശരത്ത്? ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺകുമാർ. അതായത് സീരിയൽ കില്ലറാണ് സെബാസ്റ്റ്യൻ എന്ന സംശയത്തിന് പിന്നാലെയാണ് നിലവിൽ ഇപ്പോൾ ചേർത്തലയിലും സമീപ പ്രദേശങ്ങളിലുമുള്ള തിരോധാന കേസുകൾ ഒക്കെ തന്നെ പരിശോധിക്കാൻ ക്രൈംബ്രാഞ്ച് തീരുമാനിച്ചിരിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് 2020-ൽ കാണാതായ സിന്ധു തിരോധാന കേസിലും സെബാസ്റ്റ്യന് പങ്കുണ്ടോ എന്ന സംശയം വരുന്നത്. പ്രധാനമായും സെബാസ്റ്റ്യൻ ഏറ്റവും ആദ്യം പ്രതിയാകുന്നത് 2006-ൽ ബിന്ദു പത്മനാഭൻ തിരോധാന കേസിലാണ്. പിന്നീട് ഇപ്പോൾ ഐഷ തിരോധാന കേസിൽ, അത് 2012-ൽ കാണാതായ ഐഷ തിരോധാന കേസിലും സെബാസ്റ്റ്യന് പങ്കുണ്ടെന്ന് പറയുന്നു. ഏറ്റവും ഒടുവിൽ 2024-ൽ ജൈനമ്മ കൊലപാതക കേസിലും സെബാസ്റ്റ്യൻ പ്രതിയാണ്. ഈ 2012-നും 2024-നും ഇടയിൽ ഇത്രയും കാലയളവിൽ സാധാരണഗതിയിൽ ഇദ്ദേഹം ഒരു സീരിയൽ കില്ലർ ആണെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെ ഒരു ടെൻഡൻസി ഉള്ള ആളാണെങ്കിൽ സ്വാഭാവികമായും ഈ കാലയളവിൽ കൂടി മറ്റു സ്ത്രീകളുമായി സൗഹൃദം സ്ഥാപിക്കാനും ഈ രീതിയിലുള്ള കൊലപാതകമോ മറ്റോ ചെയ്യാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് ക്രൈംബ്രാഞ്ച് സംശയിക്കുന്നത്. ആ സാഹചര്യത്തിലാണ് ഈ 2012-നും 2024-നും ഇടയിൽ ഇദ്ദേഹം മറ്റേതെങ്കിലും സ്ത്രീകളുമായി സൗഹൃദമുണ്ടായിരുന്നോ, മറ്റേതെങ്കിലും തരത്തിലുള്ള കൊലപാതകമോ മറ്റു ക്രിമിനൽ ആക്ടിവിറ്റിയോ ചെയ്തിരുന്നോ എന്നടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കാൻ ക്രൈംബ്രാഞ്ചും പോലീസും ഒക്കെ തീരുമാനിച്ചിരിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഈ ചേർത്തലയിലും സമീപ പ്രദേശങ്ങളിലും കാണാതായ സ്ത്രീകളുടെ കേസുകൾ പരിശോധിക്കാൻ തീരുമാനിച്ചു. അങ്ങനെയാണ് 2020-ൽ ഒക്ടോബർ 19 ഇത്തരത്തിൽ സിന്ധുവിനെ കാണാതായ ഒരു കേസ് ക്രൈംബ്രാഞ്ച് ലഭിക്കുന്നത്. അത് അർത്തുങ്കൽ പോലീസ് സ്റ്റേഷനിലാണ് ഈ കേസ് രജിസ്റ്റർ ചെയ്തത്. ഇതിപ്പോൾ സംശയിക്കുന്നതിന് പ്രധാനപ്പെട്ട കാരണം ഈ സെബാസ്റ്റ്യൻ സൗഹൃദം സ്ഥാപിച്ച സ്ത്രീകൾ ഒട്ടുമിക്കതും ഇത്തരത്തിൽ അമ്പലങ്ങളിലോ അല്ലെങ്കിൽ ആരാധനാലയങ്ങളിലേക്കോ നിത്യമായി പോകുന്ന ആളുകളാണ്. ആ രീതിയിൽ സിന്ധു കാണാതായ ദിവസം അമ്പലത്തിലേക്ക്, ക്ഷേത്രത്തിലേക്ക് പോകുന്നെന്ന് പറഞ്ഞാണ് വീട്ടിൽ നിന്ന് പുറപ്പെട്ടിട്ടുണ്ടായിരുന്നത്. മാത്രമല്ല സിന്ധുവിന്റെ മകളുടെ വിവാഹത്തിന് 2 മാസം മാത്രം ബാക്കി നിൽക്കുകയാണ് ഇത്തരത്തിൽ അന്ന് സിന്ധുവിനെ കാണാതാവുന്ന സാഹചര്യം. ആ സമയത്ത് മകളുടെ വിവാഹത്തിനായിട്ടുള്ള സ്വർണ്ണമടക്കമുള്ള കാര്യങ്ങളും സിന്ധു കണ്ടുവച്ചിരുന്നു എന്നുള്ള ബന്ധുക്കൾ പറയുന്നുണ്ട്. ഇങ്ങനെ സ്വത്തും സ്വർണവും ഒക്കെ തന്നെയുള്ള സ്ത്രീകളെ കേന്ദ്രീകരിച്ച് തന്നെയായിരുന്നു സെബാസ്റ്റ്യൻ സൗഹൃദം സ്ഥാപിക്കാൻ ശ്രമിച്ചതും. ആ രീതിയിൽ ഈ കാണാതായ സിന്ധുവിന് ആ സമയത്ത് മകളുടെ വിവാഹവുമായി ബന്ധപ്പെട്ടുള്ള സ്വർണ്ണമടക്കം അവരുടെ പക്കലുണ്ടായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെ അത്തരത്തിൽ ചില സംശയങ്ങളുള്ള സാഹചര്യത്തിലാണ് നിലവിൽ എന്തായാലും സിന്ധു തിരോധാന കേസിലും ഈ സെബാസ്റ്റ്യന് പങ്കുണ്ടോ എന്ന സംശയം വരുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഇക്കാര്യം കൂടി പരിശോധിക്കാൻ ഇപ്പോൾ ക്രൈംബ്രാഞ്ച് തീരുമാനിച്ചിരിക്കുന്നു. ജില്ലാ പോലീസ് മേധാവി ഇപ്പോൾ അർത്തുങ്കൽ പോലീസിന് ഇതുമായി ബന്ധപ്പെട്ട കേസ് ഫയൽ എടുക്കാൻ വേണ്ടിയും നിർദ്ദേശം നൽകിയിട്ടുമുണ്ട്. അരുൺകുമാർ. ഓക്കെ ശരത്, താങ്ക് യു ശരത്. ശരത്താണ് വിവരങ്ങൾ നൽകിയത്. ചുരുക്കത്തിൽ സെബാസ്റ്റ്യൻ നമ്മൾ കണ്ടയാളല്ല, കേട്ടയാളല്ല. ഇനിയുമുണ്ട് ചില കഥകൾ എന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ദുരൂഹമായ കഥ പുറത്തു വരുമ്പോൾ നമ്മൾ ശരിക്കും ഞെട്ടും. ഇതുവരെ നമ്മൾ കണ്ട സീരിയൽ കില്ലേഴ്സ് ഉണ്ടല്ലോ, ഒന്നുമല്ല സെബാസ്റ്റ്യന് മുന്നിൽ എന്നാണ് മനസ്സിലാക്കുന്നത്. സ്ത്രീകളുമായിട്ട് സൗഹൃദം സ്ഥാപിക്കുക, അവരുമായി പ്രണയത്തിൽ ആഴ്ത്തുക, അല്ലെങ്കിൽ അവരുടെ കല്യാണം ആലോചിക്കുക, എന്നിട്ട് അവരുടെ സ്വത്തിനു വേണ്ടിയിട്ട് അവരെ കൊലപ്പെടുത്തി കുഴിച്ചു മൂടുക. 1, 2, 3, 4 അല്ല 5 കേസുകളാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് സെബാസ്റ്റ്യനുമായി ബന്ധപ്പെട്ട പോലീസ് സംശയിക്കുന്നത്. പുറത്തു വരട്ടെ ഓരോന്നായിട്ട്. അങ്ങനെ വന്നാൽ കേരളം കണ്ട ഏറ്റവും വലിയ സീരിയൽ കില്ലറായിട്ട് സെബാസ്റ്റ്യൻ മാറുമോ? ആർക്കറിയാം, കാത്തിരുന്ന് നോക്കാം.